പിന്നെ എല്ലാ ദിവസവും നമുക്ക് ആവശ്യമുള്ള മൃഗങ്ങളെ പിടിച്ചു തിന്നാം. നമ്മളോട് ആരും ഒന്നും ചോദിക്കാൻ വരില്ല. അങ്ങനെ കുറുക്കനും പുലിയും സ്വപ്നം കണ്ടു. അപ്പോഴിതാ മൃഗങ്ങളെല്ലാം ഉറക്കെ വിളിച്ചു പറയുന്നു, കൊമ്പൻ രാജാവായാൽ മതി, കൊമ്പൻ രാജാവായാൽ മതി. ഇത് കേട്ട് പുലിക്കും കുറുക്കനും ദേഷ്യം വന്നു. കൊമ്പൻ ആരാന്നറിയോ കൂട്ടുകാരെ? അതൊരു വലിയ ആനയാണ്. അവന്റെ പേരാണ് കൊമ്പൻ. കൊമ്പനെ രാജാവാക്കണം എന്ന് കേട്ട് പുലി പറഞ്ഞു, പറ്റില്ല, ഞാനാണ് അടുത്ത രാജാവ്. കുറുക്കനും പറഞ്ഞു പുലിയെ രാജാവാക്കണമെന്ന്. അപ്പോൾ കാട്ടിലുള്ള ബാക്കി എല്ലാ മൃഗങ്ങളും ദേഷ്യത്തോടെ ഒരേപോലെ പറഞ്ഞു, കൊമ്പൻ മതി രാജാവെന്ന്. എല്ലാവരും ഒരുപോലെ പറയുന്നത് കാരണം മറുത്തൊന്നും പറയാൻ കഴിയാതെ പുലിയും കുറുക്കനും മിണ്ടാതെ നിന്നു. അങ്ങനെ മൃഗങ്ങളെല്ലാരും കൂടി കൊമ്പനാനയെ കാട്ടിലെ രാജാവാക്കി. കൊമ്പൻ വളരെ നല്ലൊരു ആനയായിരുന്നു. അവൻ കാട്ടിലെ മൃഗങ്ങളെയെല്ലാം സ്നേഹത്തോടെ സഹായിച്ച് സുഖമായി കാടു ഭരിച്ചു. ആരെയും പേടിക്കാതെ സുഖമായി നടക്കാൻ സാധിക്കുന്നതിനാൽ മൃഗങ്ങൾക്കെല്ലാം വലിയ സന്തോഷമായി. പക്ഷേ കൊമ്പൻ രാജാവായതിനു ശേഷം പുലിക്കും കുറുക്കനും ഭക്ഷണത്തിന് വലിയ ബുദ്ധിമുട്ടായി. ഏതെങ്കിലും മൃഗങ്ങളെ പിടിച്ചാൽ നല്ല ശിക്ഷ കിട്ടും. അതിനാൽ കുറുക്കനും പുലിയും ഇടയ്ക്ക് ഗ്രാമത്തിൽ പോയി കോഴിയെയും ആടിനെയും ഒക്കെ പിടിച്ചു തിന്നും. ഒരു